INTUCയുടെ ലീഡർ ശ്രീമാൻ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനായി എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപാകെ ഉയർന്നിരിക്കുകയാണ്. കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്നാൽ INTUCയുടെ ലീഡർക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അഴിമതിയിൽ പെടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്ന പ്രവണത തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ സൂചകമായിട്ട് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീമാൻ എന്ന് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, കരിമണൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്തയ്ക്കും കരിമണൽ കിട്ടാത്തതിന്റെ പേരിൽ INTUCയുടെ ലീഡർ ചന്ദ്രശേഖരനും CITUയുടെ ലീഡർ എളമരം കരീമും ചേർന്ന് വലിയ ഒരു മനുഷ്യ ചങ്ങല തീർത്തത് കഴിഞ്ഞകാല കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന പേരിൽ രാജ്യവ്യാപകമായിട്ടുള്ള അലയൻസ് അത് കേരളത്തിലും പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൂടെ നമ്മുടെ മുൻപാകെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിനെ തടയുകയും അഴിമതി മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ശ്രീമതി സുജീഷ കള്ളിയത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയും അവരെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഈ സന്തോഷ വാർത്ത മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വല്ലാതെ കിതക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഒഴിച്ച് കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഒരു 1/2 ഡസൻ സീറ്റെങ്കിലും പിടിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ വൻ പരാജയം ഇത് നമ്മൾ നോക്കിക്കാണുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ എത്രയോ നേതാക്കന്മാർ, ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം പഴയകാല കോൺഗ്രസിന്റെ പ്രഗത്ഭമതിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞ ലീഡർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായിട്ടുള്ള നേതാവായി ആസാമിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. മാധവറാവു സിന്ധ്യയുടെ ഫാമിലിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ പ്രാഗൽഭ്യം തെളിയിച്ച കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ കേന്ദ്രമന്ത്രി വരെ ആയി ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുകയായിരുന്നു, വളരെ ചെറുപ്പക്കാരെല്ലാം തന്നെ ആദരിക്കുന്ന ഒരു ബോക്സറും അതുപോലെ തന്നെ ഒളിമ്പ്യനുമായിട്ടുള്ള മുൻ MP ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് അവിടെ വലിയ മൂവ്മെന്റിന് നേതൃത്വം കൊടുക്കുകയാണ്. നിരവധി MLA-മാരോടൊപ്പമാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്നത്. നവീൻ ജിണ്ടാൽ ഇന്ത്യ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിനാകമാനം തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുകയും തൊഴിൽ കൊടുക്കുകയല്ല, അതായത് നിരവധിയായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര പ്രമുഖന്മാരെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് ഈ പൊതുസമൂഹത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ
തൊഴിൽ കൊടുക്കാനുള്ള വലിയ വലിയ ഇടങ്ങൾ കണ്ടെത്തുകയും ആളുകളെ കൂടുതൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത പ്രമുഖനായിട്ടുള്ള മുൻ MP അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. രാജ്യവ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ചേർപ്പിൽ ഭരണകൂടത്തിന്, പ്രാദേശിക ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സഹോദരി, അപ്പൊ സുജിഷ കള്ളിയത്തിനെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണുകയാണ്. കേരളത്തിലും മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒരു യുവ ലീഡറായിട്ട് കേന്ദ്രത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം നേതാക്കന്മാർ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുന്നു. തൃശൂരിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് നമുക്കൊരുമിച്ച് മാറാത്തത് ഇനി മാറും എന്നുള്ള മുദ്രാവാക്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുമ്പോൾ അഴിമതി രഹിതമായിട്ടുള്ള ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നുള്ള ആ പദ്ധതിയെ പ്രാവർത്തികമാക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന് ഓരോ പ്രദേശത്തു നിന്നും വരുന്ന ആളുകളെ അതത് പ്രദേശത്ത് സ്വീകരിക്കുകയും ചില വ്യക്തികളെ, പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ സ്വീകരിക്കാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തക എന്നുള്ള രീതിയിൽ സാധിച്ചതിൽ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ചോദ്യങ്ങളിലും ഉത്തരം പറയാം. സംസാരിക്കാം. ശോഭിച്ചോളും ചോദിക്കാണ്ടോ ഒരു അത് കുഴപ്പമില്ല.